ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ചെയ്യുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഇരിക്കുന്നതെങ്കിൽ, അതായത് മൂവ് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത്, എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ പൈൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഞാൻ 3 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് കാർഡ് നമ്പർ 1 ആണ്, ഇത് കാർഡ് നമ്പർ 2, ഇത് കാർഡ് നമ്പർ 3. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ എന്താണ് മൂവ് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണോ എന്നൊക്കെയുള്ള ആൻസർ ഉണ്ടാകും. ആൻഡ് നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നതേ ആയിരിക്കും. പിന്നെ പൈൽ റീഡിംഗ് എപ്പോഴും നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു വർക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കാണാതിരിക്കുക. കോൺസെൻട്രേറ്റഡ് ആയിട്ട് മാത്രം ഒന്ന് സെലക്ട് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അക്യൂറേറ്റ് റീഡിംഗ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ നിങ്ങൾ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നല്ല രീതിക്ക് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് തന്നെ കൊണ്ടുവരിക. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അത് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാർഡ് നമ്പർ 1 ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ കാർഡ് ഈ ഒരു 10 ഓഫ് കപ്സ് എന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം കാർഡ് നമ്പർ 1 ചൂസ് ചെയ്തവരടുത്ത് ഈ ഒരു കാർഡ് മെയിനായിട്ട് മീൻ ചെയ്യുന്നത് യെസ് എന്ന ആൻസറാണ്. ഓക്കെ, നിങ്ങളിപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നല്ലതാണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളടുത്ത് പറയുന്നത് ഇത് നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെയാണ്. നിങ്ങളടുത്ത് വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണോ, ഒരു യെസ് ഓർണോ ക്വസ്റ്റ്യൻ എന്താണോ അതിന് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ആൻസർ യെസ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു റിലേഷൻഷിപ്പാണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഒരു ഫുൾഫിൽമെൻ്റ്, ഒരു പൂർത്തീകരണം, ഒരു സന്തോഷം, അതൊക്കെയാണ് ഈ ഒരു കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഈ പേഴ്സൻ്റെ നിങ്ങളുടെ കാർഡ് നമ്പർ 1 ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് യൂണിവേഴ്സ്? ക്യൂൺ ഓഫ് കപ്സ് എന്ന കാർഡാണ് ഫസ്റ്റ് വന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേജ് വന്നിട്ടുണ്ടാകുക. മേ ബി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, അതായത് അവരുടെ ഫീലിങ്സും അതുപോലെ അവരുടെ ഇമോഷൻസ് എല്ലാം അവർ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകുക. മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേജ് വന്നിട്ടുണ്ടാവുക. എന്താ ഇപ്പം നടക്കുന്ന എന്താണെന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വന്നതിൻ്റെ റീസണായിട്ട് കാണിക്കുന്നതും ഈ പേഴ്സൺ ഓപ്പണായിട്ട് നിങ്ങളുടെ അടുത്ത് മിണ്ടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണെന്ന് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ക്യൂൺ ഓഫ് കപ്സ് എന്ന കാർഡ്. 2 ഓഫ് കപ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ ആണ് നമ്മൾ നോക്കിയത്. ഒന്ന് ഹൈഡിങ് എനർജി കണ്ടു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പം അവരുടെ ഈ ഒരു ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുമ്പം അവർ നിങ്ങളിലേക്ക് അത് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തതുപോലെ ഈ വ്യക്തി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങളിലേക്ക് അത് അവർ തരുന്നില്ല, അത് അവിടെ ഇങ്ങനെ പിടിച്ചു വെച്ച് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അത് നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, കൈമാറാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളെ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കത് തരിക, അതാണ് ഇപ്പം അവരുടെ ഉദ്ദേശം. അതാണ്, അതായത് നെക്സ്റ്റ് ആക്ഷനായിട്ട് കാണിക്കുന്നത് അതാണ്. ആൻഡ് ഇവിടെ 9 ഓഫ് കപ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. അഡിക്ഷൻ ഉണ്ട് ഈ പേഴ്സണ്, നിങ്ങളിൽ വളരെയധികം അഡിക്ഷൻ ഉണ്ട്. ആ ഒരു അഡിക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു കാർഡ് നിങ്ങൾ കണ്ടോ, 10 ഓഫ് കപ്സ് എന്ന കാർഡ് പൂർത്തീകരണത്തിൻ്റെ ഒരു കാർഡ്, അല്ലെങ്കിൽ ഈ സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലീനെ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പ് എങ്ങനെയോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇടയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ
ഇവർ ഇത്രയും നാളും മിണ്ടാതിരുന്ന ഒരു വ്യക്തി ഇനി മിണ്ടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. അവരുടെ നെക്സ്റ്റ് ആക്ഷനായിട്ട് അവർ ഇത്രയും ദിവസം ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് തരാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോ ചെയ്യിപ്പിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷനായിട്ട് അതാണ് കാണിക്കുന്നത്. ഓക്കെ, അതൊരു ഫ്യൂച്ചറാണ്. പിന്നെ അഡിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സോ നിങ്ങളുടെ സ്നേഹത്തിൽ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവർക്കത് വിട്ടു കൊടുക്കാനോ അല്ലെങ്കിൽ വിട്ടു പോകാനോ ഒന്നും തന്നെ സാധിക്കില്ല. സോ അതുകൊണ്ട് അവർ അതിനെ എന്തായാലും ഹോൾഡ് ചെയ്ത് വെച്ചതിനെല്ലാം റിലീസ് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ കാണുന്നുണ്ട്, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടും നിങ്ങൾക്ക് പിരിയാം. നിങ്ങളെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമായിരിക്കാം, എന്താ മറക്കാൻ പറ്റുന്നില്ല, ഇത്രയും നാളായിട്ട് മറക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിന് ആൻസർ ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇനി പ്രോപ്പറായിട്ട് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ സൈലൻസ് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ, നമ്മൾ ഹൈഡിങ് എനർജി കൊണ്ടാണ് അങ്ങനെ ഒരു സൈലൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷേ എന്താണ് ശരിക്കും ഉള്ളത് എന്നുള്ളത് നോക്കാം. ഒരു ഗൈഡൻസ്, നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റാറ്റസ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത് നഷ്ടമായി എന്നുള്ളതാണ്. അതായത് ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം. അപ്പം നിങ്ങൾക്കിത് നഷ്ടമായി പോയി എന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നുണ്ടാകാം. പക്ഷേ ശരിക്കും റിയാലിറ്റി അങ്ങനെയല്ല, നിങ്ങൾക്കിത് നഷ്ടമായി പോയിട്ടില്ല എന്നുള്ളതാണ്. കാരണം സിറ്റുവേഷനായിട്ട് ഇവിടെ കാണിച്ചത് രണ്ടു പേർക്കും വേണ്ട പ്രിയപ്പെട്ട ഒന്ന് ലൈഫിൽ നിന്ന് നഷ്ടമായതായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഓക്കെ, പക്ഷേ റിയാലിറ്റിയിൽ ഇവിടെ കാണിക്കുന്നത് അങ്ങനെയല്ല. നിങ്ങൾ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്, രണ്ടുപേരും ഒരേപോലെ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിലേക്ക് എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ വരുന്നതുകൊണ്ടാണ്. ഇപ്പം നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വിചാരിക്കും ഇത്രയും നാളും കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരാൾ ഒരിക്കലും വരില്ല നിങ്ങളിലേക്ക്, ഒരിക്കലും വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾക്കുള്ള ആൻസർ ആണിത്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതിലോ അല്ലെങ്കിൽ ആ പേഴ്സണ് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതിലൊക്കെ ഒരു ആൻസർ ഇല്ലാതെ പോകത്തില്ല എന്നുള്ളത്, അതായത് ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു അർത്ഥം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അത് അതേപോലെ ആ പേഴ്സണും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ഈ റിലേഷൻഷിപ്പ് എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല, അല്ലെങ്കിൽ അത് നഷ്ടമായി പോയി എന്നുള്ള രീതിയിൽ അവർ വിചാരിക്കും. മേ ബി നിങ്ങൾ അങ്ങനെ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടാകാം. ഓക്കെ, അങ്ങനെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്തതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നത്. അതുപോലെ നിങ്ങളും വിചാരിക്കുന്നുണ്ട്, നഷ്ടമായി പോയി, കൈവിട്ട് പോയി എന്നുള്ളത് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണ്, അത് പെർമനൻ്റ് അല്ല. കാരണം ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഫൂൾ കാർഡാണ്. നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തെയാണ് കാണിച്ചു തരുന്നത്, ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ കൺഫ്യൂഷൻ ആവേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ തോന്നലുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു ടെമ്പററി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാകും, നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകും എന്നുള്ളതാണ് ഈ കാർഡ്സ് കാണിച്ചു തരുന്നത്. സോ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണോ വെയിറ്റ് ചെയ്യണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു ആൻസറാണ് എനിക്കിവിടെ വരുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെ പറയുന്നതല്ല, പക്ഷേ നിങ്ങൾക്കുള്ളൊരു ആൻസർ, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കണോ എന്ന് ചോദിച്ചാൽ കാത്തിരുന്നോളൂ, നിങ്ങൾക്കൊരു ഫ്യൂച്ചർ മുന്നിലുണ്ട്. അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരും, നിങ്ങൾക്കൊരു ലൈഫുണ്ട് ഇവരുടെ കൂടത്ത് എന്നുള്ള രീതിയിലാണ് ഇവിടെ കാർഡ്സ് തരുന്നത്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് എങ്ങനെയായാലും ഉണ്ട് ഈ ഒരു പേഴ്സണിൽ എന്നുള്ളതാണ്. സോ നിങ്ങൾക്കുള്ള ഗൈഡൻസും കൂടി ഒന്ന് നോക്കാം. ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് പ്ലീസ് വ്യൂവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിനുള്ള യൂണിവേഴ്സ് ഗൈഡൻസ്. ട്രസ്റ്റാണ് വന്നിട്ടുള്ളത്, നിങ്ങളടുത്ത് വിശ്വസിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം കുറേ നാളത്തെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പം ഇങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പം നിങ്ങൾക്കൊരു വിശ്വാസക്കുറവുണ്ടാകും. ഓക്കെ, അപ്പോൾ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങളടുത്ത്. കാരണം ഇത് ടെമ്പററി ആണ്, ഈ സിറ്റുവേഷൻ ടെമ്പററി ആണ്, ഇത് പെർമനൻറ്റ് സിറ്റുവേഷൻ അല്ല. ഇതിനൊരു ചേഞ്ച് ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് ഗൈഡൻസ് ആയിട്ട്, ഒരു ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മളിൽ നിന്ന് പോയൊരു പൂർണ്ണമായിട്ടും നഷ്ടമായി എന്നുള്ളതാണ് ഇവിടെ രണ്ടുപേരും വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ആ സിറ്റുവേഷൻ മറിയും എന്നുള്ളത് ഇവിടെ ഉറപ്പാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ കാർഡ്സ് എല്ലാം എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ്
കാർഡ്സ് പറയുന്നത്. ആൻഡ് നിങ്ങളിവിടെ ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ ചേഞ്ച് ആയിട്ട് ഉറപ്പായിട്ടൊരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ യെസ് ഓർന്ന് നോക്കുകയാണെങ്കിൽ യെസ് എന്ന ആൻസറാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യണോ, വെയിറ്റ് ചെയ്യണോ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ആൻസർ നോക്കുമ്പം എനിക്ക് യെസ്, വെയിറ്റ് ചെയ്യുക, നിങ്ങൾ കാത്തിരുന്നോളൂ എന്നൊക്കെയുള്ള ഒരു കാർഡ്സാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, പരമാവധി ഗൈഡൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുമ്പം നിങ്ങളെ മറന്നുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കാനല്ല പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. കാരണം ചിലർ പറയും കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു, ഇപ്പം എൻ്റെ ജീവിതം പോയി എന്നൊക്കെയുള്ളത്. നമ്മളെ വിട്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ കാത്തിരിക്കാൻ പാടില്ല. അവർ വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ അവർക്കുള്ള സ്പേസ് നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ കാത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, ഈ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഗ്രൂപ്പ് നമ്പർ 2-നുള്ള റീഡിംഗ് ആണ്. ഡബിൾ കാർഡാണിത്. ഈ ഒരു കാർഡ് മീൻ ചെയ്യുന്നത് നോ എന്ന ആൻസറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജിയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം ഇതിന് എനിക്ക് ക്ലാരിറ്റി വേണം. ഈ ഒരു കാർഡിന് നോ എന്ന ആൻസറാണ് ഈ ഒരു കാർഡ് മീൻ ചെയ്യുന്നത്. പക്ഷെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് എന്താണെന്നുള്ളത് എടുക്കാം. ഓക്കെ, കാരണം ഈ ഒരു കാർഡ് നോ എന്ന ആൻസർ ആണെങ്കിലും ഇവിടെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, അതുപോലെ തന്നെ കൂടുതലായിട്ടൊരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നത്, അങ്ങനെ നമ്മളെ വശീകരിച്ചെടുക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത്. നമ്മളെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന പേഴ്സൻ്റെ എനർജി, നമ്മളെ അങ്ങനത്തെ ഒരു എനർജിയാണ്. സോ അതൊരു നെഗറ്റീവ് എനർജിയാണ്. അത് ആ പേഴ്സണിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, നൈറ്റ് ഓഫ് സോഡ്സ്, നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ഈ പേഴ്സൻ്റെ? 7 ഓഫ് പെൻഡക്കിൾ, 10 ഓഫ് പെൻഡക്കിൾ, ബോട്ടം ഓഫ് ദ ഡെക്ക് 3 ഓഫ് കപ്സ് എന്ന കാർഡാണ്. ഓക്കെ, ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുന്ന സമയത്ത് നൈറ്റ് ഓഫ് സോഡ്സ് ആണ് ഫസ്റ്റ് തന്നെ വന്നത്. ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അതായത് മുന്നിലുള്ളത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയൊന്നും ആലോചിക്കില്ല. പെട്ടെന്ന് അങ്ങോട്ട് ഡിസിഷൻ എടുത്ത് പോവുക. അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഇവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഈ ഒരു കാർഡ് പെട്ടെന്ന് നോ എന്ന ആൻസറാണ്. പക്ഷെ നമുക്കിത് പറയണം എന്നുണ്ടെങ്കിൽ ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്, ഇവരുടെ മനസ്സ് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. സോ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പെട്ടെന്ന് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു തരുന്നത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആക്ഷൻ എടുത്തു പോവുക. അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മൈൻഡ് എന്താണ്, അല്ലെങ്കിൽ അവർക്കത് വേദനിച്ചോ, അല്ലെങ്കിൽ അവർ അതിനെങ്ങനെ എഫക്റ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കില്ല. അവരുടെ വശമാണ്. അതായത് നമ്മൾ പറയില്ലേ, ചിലരടുത്ത് നമ്മൾ എത്ര ഓപ്പണായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എത്രത്തോളം പറഞ്ഞാലും അവർക്ക് എന്താണോ ശരി തോന്നുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണോ റൈറ്റ്, അതാണ് അവർ കേൾക്കത്തുള്ളൂ, അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കത്തുള്ളൂ എന്നൊക്കെ പറയില്ലേ. ആ രീതിക്കുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ നിന്ന് കിട്ടുന്നത്. അതായത് അവരാണ് ശരി എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം ഇവിടെ കാണുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്ത് ഫാസ്റ്റായിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ്. അതിൽ നല്ലതായിരിക്കാം ചീത്തതായിരിക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എൻ്റെ നെക്സ്റ്റ് ആക്ഷനായിട്ട് ഇപ്പം ഇനി അങ്ങോട്ട് ചെയ്യുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട്. അതായത് അവർക്കിപ്പം വേണമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കപ്പം വേണം, പക്ഷെ അവർക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് വേണ്ട. അതായത് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടല്ല കാണിക്കുന്നത്. ഓക്കെ, അവരുടെ സ്നേഹമൊക്കെ നമുക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല സ്നേഹമായിട്ടൊക്കെ തോന്നും, നല്ലതായിട്ടൊക്കെ തോന്നും. വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അവർ നമ്മൾ നല്ല രീതിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെ, അവർ വേറെ കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. പക്ഷെ ഇതാണ് ഈ പേഴ്സൻ്റെ എനർജിയിൽ മിസ്റ്റേക്ക് ആയിട്ട് ഇതാണ് കാണിക്കുന്നത്. അവർക്ക് വേണമെന്ന് തോന്നുമ്പോൾ അവർക്ക് വേണം, അവർക്ക് വേണ്ടാന്ന് തോന്നുമ്പോൾ അവർക്ക് വേണ്ട. അങ്ങനെ ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, പിന്നെ 7 ഓഫ് പെൻഡക്കിൾ എന്ന കാർഡാണ്. എത്ര എഫേർട്ട് എടുത്താലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്യൂച്ചറിൽ ഇത് തന്നെയായിരിക്കും ഫേസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ
നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യം ഇത് നിങ്ങളുടെ ഡിസിഷനാണ്. ഓക്കെ, എനിക്കിവിടെ നോ എന്ന ആൻസറാണ് വന്നത്. കാരണം ഈ പേഴ്സൺ നിങ്ങൾക്ക് ഇതിനും കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. കാരണം ഇത് നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴും ഒരു വേദന മാത്രം തരുന്ന ഒരു അതായത് നമ്മൾക്ക് ട്രോമ പോലെ അല്ലെങ്കിൽ ഒരു ട്രോമ ബോണ്ടിങ് റിലേഷൻ പോലെയുള്ളൊരു ബന്ധമാണിത്. ഇവിടെ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടത്തില്ല. സോ നിങ്ങൾ എത്ര എഫേർട്ട് എടുത്താലും നിങ്ങൾക്ക് അതിനൊരു ഉത്തരം കിട്ടത്തില്ല. അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് പറ്റില്ല. കാരണം ആ പേഴ്സൻ്റെ ജന്മനാ ഉള്ള അല്ലെങ്കിൽ അവർ ജനിച്ചപ്പോഴേ ഉള്ളൊരു ക്യാരക്ടറാണ് അവർക്കത്. അവർക്ക് വേണ്ടപ്പോൾ വരിക, അല്ലെങ്കിൽ പക്ഷെങ്കിൽ അവർക്ക് റീസൺ ഉണ്ട്. അവർ പറയും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വരുന്നത്. അപ്പം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് നമ്മൾ അവിടെ ഒന്ന് സ്റ്റക്കായി പോകും അല്ലേ. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ശരിക്കും ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തവരെടുത്ത് ഞാൻ പറയുകയാണ്, നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഈ പേഴ്സൺ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ ചെയ്ത നല്ല കാര്യങ്ങൾ അത്രയും എഴുതുക. ഓപ്പോസിറ്റ് സൈഡ് ഈ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള അത്രയും കാര്യങ്ങൾ, ചെറിയ പോയിന്റ്സ് ആയിക്കോട്ടെ, നിങ്ങൾ എഴുതി നോക്കുക. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചതും നിങ്ങളെ മനസ്സിലാക്കാതെ ബിഹേവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് അവരുടെ വശമാണ് അവർ ഫസ്റ്റ് എടുത്തു വെക്കുന്നതും അവർക്ക് ശരിയായിട്ട് തോന്നുന്നതും അവരുടെ വശങ്ങളായിരിക്കും. ഓക്കെ, നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നത് പോലും റെയർ ആയിരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും നല്ലൊരു റിലേഷൻഷിപ്പ് അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പം ഇവിടെ എനിക്ക് അതിനൊരു നോ എന്ന കാർഡ് തന്നെയാണ് എനിക്ക് വന്നത്. പക്ഷേ ഇത് സഹിച്ച് മുന്നോട്ട് പോകാം, ആ പേഴ്സൺ തന്നെ വേണം, ഇത് സഹിച്ച് ഞാൻ പൊയ്ക്കോളാം, എനിക്ക് ആ പേഴ്സണെ മാത്രം മതി, ഞാൻ എന്തും സഹിച്ചോളാം, എനിക്ക് സന്തോഷമൊന്നും വേണ്ട, അവരെൻ്റെ കൂടെ നിന്നാൽ മതി, പ്രസൻസ് മാത്രം മതി എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. കാരണം ഇവിടെ നോ എന്ന ആൻസർ വരുന്നത് ഈ പേഴ്സൺ നല്ലതല്ല, റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർ അല്ല എന്നുള്ളൊരു രീതിയിലുള്ളൊരു നോ എന്ന ആൻസറാണ്. അല്ലാതെ നിങ്ങളുടെ ഓപ്ഷനാണിത്. ഓക്കെ, കാരണം നിർത്തണമെങ്കിൽ നിർത്താം, നിർത്തണമെങ്കിൽ വേണ്ട എന്നുള്ളത്. കാരണം നിങ്ങൾക്കിത് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. ഓക്കെ, ഡെവിൾ കാർഡാണ്. നിങ്ങൾക്കിവിടെ രക്ഷപ്പെടാനുള്ളൊരു അവസരമുണ്ട്. നിങ്ങളുടെ രണ്ട് കൈയും ഫ്രീ ആണ്. സോ നിങ്ങൾക്ക് പോകാം, ഈ ഒരു കൺട്രോളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്ത് വെച്ച വേൾഡാണ് അത്, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി ഒരു ഫീൽഡാണ്. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. സോ നിങ്ങൾ കരുതും കുറച്ച് കഴിയുമ്പോൾ റെഡി ആവുമായിരിക്കാം, അല്ലെങ്കിൽ അവർ നല്ലതായിട്ട് വരുമ്പോഴത്തേക്ക്. കാരണം ഇവിടെ ഈ പേഴ്സണ് നല്ല എനർജിയും ഉണ്ട്, അതുപോലെ മാറ്റമില്ലാത്തൊരു എനർജിയുണ്ട്. ഓക്കെ, അതായത് അവർ സഡൻ ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ സഡനായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമ്പം ഇത് തന്നെയാണ് ഫ്യൂച്ചറിലും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ലൈഫ് ലോങ് ഇത് തന്നെയായിരിക്കും സംഭവിക്കുക, ഇതിലൊരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. സോ നിങ്ങളത് മനസ്സിലാക്കുക. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. കുറച്ചും കൂടി ഒന്ന് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ക്ലാരിറ്റി ഒന്നും ഇല്ല ഇവിടെ. ഓക്കെ, ഇത് കേട്ടിട്ട് നിങ്ങളുടെ ഡിസിഷനാണ്, ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങൾക്ക് എന്നാലും ഒന്ന് നോക്കാം, ഒരു ഗൈഡൻസ് പോലെ ഒന്ന് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള റീഡിങ്. 4 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, എനിക്ക് 2 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് 3 ഓഫ് സോഡ്സ് ആണ്. എനിക്കിവിടെ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന് കയറുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നത് തേർഡ് പാർട്ടി കാരണമായിരിക്കും. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ പേഴ്സൺ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്, കുറച്ച് ക്യൂരിയോസിറ്റിക്കുള്ള ഒരാളാണ്. അപ്പം വേറെ വ്യക്തികളൊക്കെ കടന്നു വരുന്ന സമയത്ത്, ഫ്രണ്ട്സുകളൊക്കെ വരുമ്പം അവർ പെട്ടെന്ന് ഒരു പ്രിയോറിറ്റി കൊടുക്കുന്നത് ഫ്രണ്ട്സിനായിരിക്കും. ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുക ഫ്രണ്ട്സിനായിരിക്കും. പിന്നെ ആയിരിക്കും അവർ ചിന്തിക്കുക അയ്യോ എൻ്റെ പേഴ്സൺ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളത്. എന്നിട്ട് അവർ നിങ്ങളടുത്തോട്ട് വരും. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു ചേഞ്ച് ആവുന്ന ഒരു എനർജി, ബാഡ് എനർജിയാണത്. കാരണം ഒരു മെച്ചോർഡ് ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്നവർ വേദനിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നില്ലാത്തൊരു എനർജിയാണ്. അങ്ങനെയുള്ള പേഴ്സൺസ് എനിക്കത്ര പേഴ്സണലി എനിക്കിഷ്ടമല്ല. അത് നിങ്ങളുടെ ഡിസിഷനാണ് കേട്ടോ. അപ്പം ഇവിടെ അങ്ങനെയുള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഏജ് ഡിഫറൻസോ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസോ ഒക്കെ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ അബ്രോഡോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഏജ് ഡിഫറൻസ്, അല്ലെങ്കിൽ റിലീജിയൻ പ്രോബ്ലംസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എല്ലാം റീസണാണ്. ഓക്കെ, ഒരു തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണാണ് തെറ്റ് ചെയ്യുക. പക്ഷേ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് വരുമ്പം, അല്ലെങ്കിൽ അതിന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ തലയിൽ എടുത്ത് വെച്ചിട്ട് ഇവർക്ക് രക്ഷപ്പെടാനുള്ളൊരു തരം തന്ത്രം ഇവർക്ക് അറിയാം. ഓക്കെ, അത് ജന്മന ഉള്ളതാണ് അവരുടെ ഒരു ക്യാരക്ടർ, മെച്ചൂർഡ് അല്ലാത്തൊരു ക്യാരക്ടർ. ഓക്കെ, പിന്നെ നിങ്ങൾ മേ ബി ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ
അത്രയും ക്ലോസ്ഡ് ആയിട്ട് നിങ്ങൾ എൻഗേജ്മെൻറ്റ് വരെയൊക്കെ പോയിട്ടുള്ള ആളുകളായിരിക്കാം. പക്ഷേ ഈ പേഴ്സൺ തേർഡ് പാർട്ടികൾ വന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു ഹാർട്ട് ബ്രോക്കൺ ഇവിടെ, അതാണ് നിങ്ങളുടെ മെയിൻ പ്രോബ്ലം ആയിട്ട് എനിക്കിവിടെ കാണിക്കുന്നത്. ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. സോ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളായിരിക്കാം, അതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷേ ഇവർ പറയുന്നതിൽ ഒരു ന്യായമില്ല. ഓക്കെ, അത് നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പേഴ്സൺ പറയുന്നതിൽ ഒരു ന്യായമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ നമ്മളെ മാനിപ്പുലേറ്റീവ് ചെയ്ത് നിങ്ങളുടെ എനർജിയിലേക്ക് നിങ്ങളെ മാനിപ്പുലേറ്റീവ് ചെയ്തെടുത്ത് നിങ്ങളാണ് തെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് റോങ് ആണ്, ആ പേഴ്സൺ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവർ ചിന്തിപ്പിച്ച് കളയും. അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പം നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഇതിനൊരു ഡിസിഷൻ എടുക്കാൻ. ഒരിക്കലും ആ പേഴ്സൺ സ്നേഹം കാണിച്ച്, ബ്രേക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആ പേഴ്സൺ മേ ബി സ്നേഹം കാണിച്ചു വരും. ഓക്കെ, അത് കഴിഞ്ഞ് 2 ദിവസം പിന്നെയും അവരുടെ പഴയ ക്യാരക്ടറിലേക്ക് അവർ പോകും. അപ്പം കള്ളത്തരമല്ല കാണിക്കുന്നത്. പക്ഷെ എന്നാലും ഈ പേഴ്സൺ എന്തൊക്കെയോ ഒരു മെച്യൂരിറ്റി ഇല്ല, ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ എടുക്കുക. അത് കാരണം നിങ്ങളുടെ ലൈഫ് ഇവിടെ സ്പോയിലാവുകയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് മാത്രം ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. പേഴ്സണലി എനിക്കിത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ നല്ല ഓപ്ഷൻസ് മേ ബി ഉണ്ടാവുമായിരിക്കും. കാരണം തേർഡ് പാർട്ടിയൊക്കെ വരുമ്പോഴത്തേക്കും, പുതിയ ഫ്രണ്ട്സ് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് പോകുമ്പം നമുക്ക് അവിടെ എന്ത് വാല്യൂ ആണുള്ളത് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, നമ്മൾ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, കുറേ നാൾ കൊണ്ട് കൂടെ നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ വേറൊരു കാര്യം കാണുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ പുതിയ ആളുകളെയാണ് എനിക്കിവിടെ കാണിക്കുന്നത്. പുതിയ ആളുകൾ വരുമ്പോഴത്തേക്കും അവർക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പോവുക, എന്നിട്ട് അവർ പോകുമ്പോഴോ അല്ലെങ്കിൽ അവരെ വേണ്ടാന്ന് തോന്നുമ്പോൾ പിന്നെ നമ്മളിലേക്ക് തന്നെ വരിക. അങ്ങനെയുള്ളൊരു എനർജി ബാഡാണ്. സോ അതെനിക്ക് അത്ര പേഴ്സണലി നല്ലതായിട്ട് തോന്നുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഡിസിഷനാണ്. ഓക്കെ, നിങ്ങൾക്കത് സഹിക്കാം എന്നാണ്, അവരുടെ പ്രസൻസ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്കിത് ലൈഫ് ലോങ് എടുക്കാം. ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളിതിങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് സങ്കടം മാത്രമായിരിക്കും, ഹാർട്ട് ബ്രോക്കൺ മാത്രമായിരിക്കും എന്നുള്ളതാണ് ഫ്യൂച്ചർ പ്രഡിക്ഷൻ. ഓക്കെ, ഇനി ഗൈഡൻസ് ആയിട്ട് നോക്കാം. എൻ്റെ വ്യൂവേഴ്സിനുള്ള, സെക്കൻഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തവർക്ക് വ്യൂവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ്? ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ്? ഞാൻ 3 കാർഡ്സ് എടുത്തിട്ടുണ്ട്. എനിക്ക് ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാർഡ്സ് എടുക്കുന്നത് കേട്ടോ. ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ. ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, റിക്കവറി വന്നിട്ടുണ്ട്, യെസ് വന്നിട്ടുണ്ട്, ഏഞ്ചൽ കാർഡ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റിലേഷൻഷിപ്പ് പുതുക്കിയെടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നോ എന്ന ആൻസർ വരുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനുള്ളൊരു നോ എന്ന ആൻസർ അല്ല. ഇത് നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷേ നിങ്ങളിപ്പം വേസ്റ്റ് ചെയ്യുന്നൊരു എനർജി ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കറിയാലോ നിങ്ങൾ എത്രത്തോളം ഇതിനകത്ത് അഡിക്റ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ഈ പേഴ്സണിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരു തോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വെറും ഒരു വേൾഡാണത്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം, പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കൂ എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്പോയിലായിട്ട് തോന്നുന്നുണ്ട്, ഇതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസരമുണ്ട് എന്നുള്ളതാണ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങളുണ്ട്. മേ ബി മുന്നോട്ട് പുതിയ ആളുകൾ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഡെവിൾ കാർഡ് മീൻ ചെയ്യുന്നത് കൈ ഫ്രീ ആണ്, നിങ്ങൾക്ക് ഇറങ്ങി വരാം. ഓക്കെ, നിങ്ങളുടെ ബേക്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുള്ളൂ, ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് നിൽക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാകാം, ഒരു ആൻസർ ഒന്നും കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ടാണ് ആൻസർ കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളടുത്ത് ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ, നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഡിസിഷൻ വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് യെസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഫസ്റ്റ് പ്രിയോറിറ്റി നിങ്ങൾക്ക് കൊടുക്കുക. ആ പേഴ്സൺ ചെയ്യുന്നത് പോലെ ഫസ്റ്റ് പ്രിയോറിറ്റി നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളെ പുതുക്കിയെടുക്കാം. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവർക്ക് റീഡിംഗ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് അതാണ്. ഗൈഡൻസ് പരമാവധി എടുക്കുക. സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളുടെ ഇന്നർ വോയിസ് ഉണ്ടാവും നമ്മൾക്ക്,
നമുക്കൊരു ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ. കാരണം ഈ മാനിപ്പുലേറ്റീവ് ചെയ്യുന്ന ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർ നമ്മളാണ് തെറ്റ് എന്നുള്ളത് നമ്മുടെ തലയിലങ്ങ് അടിച്ചേൽപ്പിച്ച് കളയും. ഓക്കെ, അവരായിരിക്കും തെറ്റ്. പക്ഷെ ശരിക്കും നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾക്ക് തന്നെ ഒന്ന് വെച്ച് നോക്കാം, ആ പേഴ്സൻ്റെ എനർജി എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കാം. ഒന്ന് ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. മാനിപ്പുലേറ്റീവ് എനർജിയാണ്, കൃത്രിമത്വമാണ് അവർ യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ. പക്ഷെ ആ പേഴ്സണ് വേറെ കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ വേറെ റിലേഷനിലേക്ക് പോയിട്ട് ചതിക്കുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിസിഷൻ നിങ്ങളുടേതാണ്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് നമ്പർ 3ൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള കാർഡ് ഇതാണ്. ഓക്കെ, ഈ ഒരു കാർഡ് 3 ഓഫ് കപ്സ് എന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതൊരു തേർഡ് പാർട്ടി കാർഡാണ്. സെലിബ്രേഷൻ, എൻജോയ്മെൻറ്റ്, ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സെലിബ്രേഷൻ സംതിങ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു കാർഡ് യെസ് എന്ന ആൻസറാണ് തരുന്നത്. പക്ഷേ ഇതിൽ നെഗറ്റീവ് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഞാനിവിടെ നിൽക്കണോ, മൂവ് ഓൺ ചെയ്യണോ, അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ, നിങ്ങൾ ഇതിൽ തന്നെ വെയിറ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ യെസ് എന്ന ആൻസറാണ് വരുന്നത്. നിങ്ങൾ ചെയ്തോളൂ, അല്ലെങ്കിൽ അതായത് ഇപ്പം നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിനോട് പറഞ്ഞ അതേപോലെ തന്നെയാണ്. നിങ്ങളുടെ ഓപ്ഷനാണ് സിറ്റുവേഷൻ മനസ്സിലാക്കി, ആ പേഴ്സൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി, ശരി ഏതാ തെറ്റ് ഏതാന്ന് മനസ്സിലാക്കി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് വെച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഒരു ഡിസിഷൻ എസ്സോ നോയോ എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കാർഡ് മീൻ ചെയ്യുന്നത്. കാരണം ഇത് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഒരു സെലിബ്രേഷനെ കാണിക്കുന്ന ഒരു കാർഡാണ്. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എടുക്കുമ്പം ഇതൊരു തേർഡ് പാർട്ടി കാർഡാണ്. ഓക്കെ, നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രശ്നത്തെ കാണിക്കുന്നതും വ്യക്തികളെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാർഡാണിത്. സോ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ നെക്സ്റ്റ് ആക്ഷൻ 2 ഓഫ് വാൻസ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. ചാരിയറ്റ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് സോർട്സ് എന്ന കാർഡ് എനിക്ക് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആക്ഷൻ ബോട്ടം ഓഫ് ദ ഡെക്ക് നൈറ്റ് ഓഫ് വാൻസ് ആണ്. 2 ഓഫ് വാൻസ്, ചാരിയറ്റ്, കിങ് ഓഫ് സോർട്സ് എന്ന കാർഡ്. ഓക്കെ, നിങ്ങളെ പേഴ്സൺ അബ്രോഡ് ആയിരിക്കാം, ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതായത് നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളത്, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത വ്യക്തികളായിരിക്കാം. നിങ്ങൾ കുറേ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ റിലേഷനിലേക്ക് വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ലായിരിക്കാം. ഒരു ഓൺലൈൻ റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും ഇവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ആ ഒരു ലോങ് ഡിസ്റ്റൻസ് കാരണമാണ് ഈ പേഴ്സൺസിന് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഇൻവോൾവ് ആയി പോയേണ്ടി വരുന്നതെന്ന് കാണുന്നുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് ഇവിടെ കാണിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഒരു ലെസ് കോൺടാക്റ്റ് ഒക്കെയാണ്. നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ഒന്നും ഇല്ല നിങ്ങൾ തമ്മിൽ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ മാരീഡ് അല്ലാത്ത പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ ഈ പേഴ്സൺ ഒരു പ്രപ്പോസലായിട്ട് അല്ലെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന രീതിയിൽ അവർ വരാൻ വേണ്ടിയിട്ട് രഥത്തിൽ വരുന്ന ഒരു രാജകുമാരനാണിത്. സോ നമ്മൾ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അവർ വരുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ആക്ഷനായിട്ട് അതാണ് കാണിക്കുന്നത്. പിന്നെ കിങ് ഓഫ് സോർട്സ് എന്ന കാർഡ് എനിക്ക് റിവേഴ്സ്ഡാണ് വന്നിട്ടുള്ളത്. ഒരു ശത്രുതയൊക്കെ ഉണ്ടായിരുന്നു, ഒരു നെഗറ്റീവ് എനർജി ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പം ഇല്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നു. മേ ബി ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്സ് മാത്രമായിരിക്കാം. ഓക്കെ, ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള ഒരു ബന്ധങ്ങൾ മാത്രമായിരിക്കാം, സെലിബ്രേഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം. അല്ലാതെ ഉള്ളൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇഷ്യൂ ഇപ്പോൾ ഇവിടെ ഇല്ലായിരിക്കാം. ഓക്കെ, ഞാനൊരു ക്ലാരിറ്റി നോക്കാം എന്താണ് അങ്ങനെ ഇപ്പം ആ ഒരു ശത്രുതയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ കാർഡ്സ് വന്നത്. കാരണം ഇത് നോ എന്ന കാർഡ്, എസ് എന്ന കാർഡ് നിങ്ങളുടെ ഡിസിഷൻ പോലെയുള്ള കാർഡാണ്. സോ ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇപ്പം അത് എൻഡഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു ആൻസറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ടവർ എനർജിയാണ്, നെഗറ്റീവ് എനർജി എല്ലാം ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. സോ നിങ്ങൾക്ക് ഇതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാർഡായിട്ടാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് കിട്ടിയതെങ്കിലും
ഇവിടെ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടൊരു ആൻസർ തരണം എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട്. സോ ഇവർ നെഗറ്റീവ് എനർജിയൊക്കെ റിമൂവ് ആക്കിയിട്ടുണ്ട്, തേർഡ് പാർട്ടി ഇഷ്യൂസൊക്കെ എൻഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ഇവർക്ക് വന്ന് ഒരു പുതിയ തുടക്കം കാണിക്കുന്നുണ്ട്. സോ ഇത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. സോ നിങ്ങൾക്ക് നല്ല യെസ് എന്ന ആൻസർ നിങ്ങൾ എടുത്താലും ഫ്യൂച്ചറിലേക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് നല്ലതായിരിക്കും എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. സോ നിങ്ങൾക്ക് യെസ് എന്ന ആൻസർ ചൂസ് ചെയ്യാവുന്നതാണ്. അതെൻ്റെ അഭിപ്രായമാണ്. പക്ഷേ നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം നിങ്ങൾക്കറിയാം ഒരു തേർഡ് പാർട്ടി കയറി വന്നു കഴിഞ്ഞാൽ എന്തോരം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാവുന്നതാണ്. പക്ഷേ ആ പേഴ്സൺ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളടുത്ത് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങനത്തെ എനർജി ഒന്നുമില്ല. അവരുടെ മനസ്സിലെ ശത്രുതയും കാര്യങ്ങളൊന്നും എന്തായാലും ഇവിടെ ഇല്ല. ഒരു പുതിയ തുടക്കം എന്തായാലും ഉണ്ട്. നിങ്ങളെ ജീവിതത്തിലേക്ക് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അവർ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് അവർ. കാരണം ഒരു മാരേജ് പോലുള്ളൊരു പ്രപ്പോസൽ തരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. സോ തേർഡ് പാർട്ടി ഇഷ്യൂസ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് കാരണം കൊണ്ട് മാത്രം വേറൊരു ബന്ധത്തിലേക്ക് പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ വിട്ടു നിൽക്കുന്നത് കൊണ്ട് അവർ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം. ലോങ് ഡിസ്റ്റൻസൊക്കെ ആകുമ്പം അങ്ങനെ ഇല്ലാതിരിക്കുന്നതിൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം വേറെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ പോയി വീഴുന്ന ഒരു എനർജിയാണ്. അത് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. എനിക്ക് ആ ഓവർ നെഗറ്റീവായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി നോക്കാം ക്ലാരിറ്റി. ഓക്കെ, അപ്പം യെസ് എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ എനിക്ക് ലവേഴ്സ് കാർഡാണ് കിട്ടിയത്. ഡെഫിനറ്റ്ലി ഇനി വരുമ്പം ഈ പേഴ്സൺ വളരെ നല്ലതായിരിക്കും. അതായത് നമ്മൾ മനുഷ്യന്മാർക്ക് അവസരങ്ങൾ കൊടുക്കണം എന്ന് പറയില്ലേ. പക്ഷേ സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവരടുത്ത് ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. കാരണം എനിക്കത് നെഗറ്റീവ് വൈബ്രേഷനിലാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ തേർഡ് കാർഡ് ചൂസ് ചെയ്തവരടുത്ത് തേർഡ് പാർട്ടി ഇഷ്യൂ ആണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇപ്പം ആ സിറ്റുവേഷൻ ഇല്ല. പേഴ്സൺ വരുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അവരെ. കാരണം ഇപ്പം ഈ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു അഡിക്ഷൻ വന്നിട്ടുണ്ട്. അവർക്ക് വേറെ പ്രപ്പോസലൊക്കെ വരുന്നുണ്ടെങ്കിലും അവർ അതിനെയൊന്നും സെലക്ട് ചെയ്യുന്നില്ല. അവർ അതിൽ നിന്നെല്ലാം മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, അവർക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് എന്തായാലും. അപ്പം നിങ്ങൾക്ക് എന്തായാലും വിശ്വസിക്കുക എന്നുള്ളതാണ്. കാരണം അവസരങ്ങൾ നമ്മൾ കൊടുക്കണം. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് എനിക്ക് കിട്ടുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ്. അവർക്ക് ഓവർഫ്ലോ ചെയ്യുകയാണ് സ്നേഹം എന്ന് പറയുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കും അവർ ആ പ്രപ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നവർ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് എന്നുള്ളത് എനിക്ക് കാണുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കാണുന്നുണ്ട്. അബ്രോഡൊക്കെ ആണെങ്കിൽ അവർ വിദേശത്തൊക്കെ ആണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അവരെത്തും എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. നിങ്ങളുടെ അടുത്ത് ഇപ്പം എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട്. അപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. വെയിറ്റ് ചെയ്യണോ ചോദിച്ചാൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഫ്യൂച്ചർ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക്. ഇതിന് കുറച്ചൊന്ന് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ പേഴ്സൺ എന്തായാലും തിരിച്ച് അതേ സെയിം ക്യാരക്ടർ എടുക്കുമോ എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, അതായത് ഈ ക്യാരക്ടർ തന്നെ തിരിച്ചെടുക്കുമോ എന്നുള്ളത്. ആദ്യം ചതിച്ചവരാണെങ്കിൽ പിന്നെ നമുക്ക് വിശ്വസിക്കാനൊരു ട്രസ്റ്റ് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ ഈ പേഴ്സണെ വിശ്വസിക്കാം എന്നുള്ളതാണ് എനിക്ക്. പക്ഷേ ഫ്യൂച്ചറിൽ അവർ പിന്നെയും ഇതേ ക്യാരക്ടറിലേക്ക് വരുമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളത്. 9 ഓഫ് പെൻഡക്കിൾ, ഏസ് ഓഫ് കപ്സ്, 10 ഓഫ് പെൻഡക്കിൾ. ഓക്കെ, ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അവരിവിടെ വില മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. നിങ്ങളുടെ വാല്യൂ അവർ തൂക്കി നോക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, മേ ബി കർമ്മ ഒക്കെ കിട്ടിയിട്ടൊക്കെ ആയിരിക്കാം അവർ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക. അപ്പം ഇവിടെ എന്തായാലും ഫ്യൂച്ചറിൽ അവർ ഒരിക്കലും വന്നാലും നിങ്ങൾ സ്വീകരിച്ചാലും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കാം. കാരണം ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു ടെൻഷൻ വേണ്ട. ഈ പേഴ്സൺ ആ ഒരു പഴയ എനർജിയിലേക്ക് പോവില്ല. കാരണം ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ടാകും. കാരണം നിങ്ങളുടെ വാല്യൂ ഇവിടെ ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അവർക്ക് 10 ഓഫ് പെൻഡക്കിൾ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഫാമിലി കാർഡാണ്, ഫുൾഫിൽമെൻ്റ് ആണ്, പൂർത്തീകരണമാണ്. ഏസ് ഓഫ് കപ്സ് ആണ്, ഒരുപാട് സ്നേഹം തോന്നുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് ഫസ്റ്റ് നെഗറ്റീവ് കാർഡാണ് എനിക്ക് വന്നത്. പക്ഷേങ്കിൽ ബാക്കിയെല്ലാം നോക്കുന്ന സമയത്ത് അത് അവരുടെ കഴിഞ്ഞു പോയ പാസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പാസ്റ്റിനെ പാസ്റ്റ് ആയിട്ട് തന്നെ വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ വേണ്ടാന്നും വെക്കാം കേട്ടോ. ബി അസർട്ടീവ് ആണ് വന്നിട്ടുള്ളത്. യെസ് ആണ്, ഓപ്പർച്യൂണിറ്റി ആണ്.
ദർ ഇസ് എ സംതിങ് ബെറ്റർ എന്ന കാർഡ് എനിക്കിവിടെ വന്നിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. യെസ് വന്നിട്ടുണ്ട്. ബി അസർട്ടീവ്. നിങ്ങളടുത്ത് സമാധാനപരമായിട്ടിരിക്കാനാണ് പറയുന്നത്. ഓക്കെ, എനിക്കിത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ്. എൻ്റെ അടുത്തൊരു അഭിപ്രായം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ അടുത്ത് ഞാൻ അവരെ സ്വീകരിച്ചോളനെ പറയത്തുള്ളൂ. കാരണം എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി. കാരണം മനുഷ്യന്മാരായിട്ടുണ്ടെങ്കിൽ അവർക്ക് മാറ്റങ്ങൾ അത്യാവശ്യമാണല്ലേ. അപ്പം ചില അനുഭവത്തിലൂടെ മാത്രമേ നമ്മൾ മാറ്റങ്ങൾ പഠിക്കത്തുള്ളൂ. അപ്പം ഒരു അവസരം കൊടുക്കുന്നതിൽ ഒരു തെറ്റില്ല എന്നുള്ളതേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അപ്പം എനിക്കിവിടെ അങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ് നോക്കുമ്പോൾ നിങ്ങളടുത്ത് സമാധാനപരമായിട്ട് ഇരുന്നോളാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട. ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ ഇങ്ങനെ തേർഡ് പാർട്ടിയുടെ കൂടെയൊക്കെ പോയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ പേഴ്സൺ ഇനിയും പോകുമോ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ വീണ്ടും എടുക്കുമോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും അങ്ങനെ എടുക്കത്തില്ല. കാരണം ആ ഒരു വാല്യൂ മനസ്സിലാക്കി ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അവിടെ ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. സമാധാനപരമായിട്ടിരിക്കൂ എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് ഗൈഡൻസ്. ഇല്ല, നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ ദർ ഇസ് എ സംതിങ് ബെറ്റർ. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഓഫേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് വേറെ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അത് ക്ലോസ് ചെയ്യാം. 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതാണ്. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ പൈൽ റീഡിംഗ് അങ്ങനെ ചെയ്യാറില്ല. അപ്പം അതിൻ്റെ ചെറിയ ലാഗും കാര്യങ്ങളോ എന്തൊക്കെയൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. നമ്മൾ വഴി അത് ശരിയാക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം റീഡിംഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.